ആലപ്പുഴ പുറക്കാട് കടൽ വീണ്ടും ഉൾവലിഞ്ഞു. തീരത്ത് നിന്ന് 25 മീറ്ററോളം പടിഞ്ഞാറ് ഭാഗം വരെ ചെളിയടിഞ്ഞിരിക്കുകയാണ്. രാവിലെ 9 മണിയോടെയാണ് കടൽ ഉൾവലിഞ്ഞത്. 10 ദിവസം മുൻപ് ഉൾവലിഞ്ഞ സ്ഥലത്തിന് സമീപമാണ് ഈ പ്രതിഭാസം ഇന്നും കണ്ടത്. നിഷ ദിലീപ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഷ, എന്താണ് വിശദാംശങ്ങൾ? രാവിലെ 9 മണിയോടെയാണ് ആലപ്പുഴ പുറക്കാടിന് സമീപം വീണ്ടും കടൽ ഉൾവലിഞ്ഞതായി മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും കണ്ടത്. കാരണം കഴിഞ്ഞ 10 ദിവസത്തിന് മുമ്പ് ഇതേ ഭാഗത്തിനോട് സമീപം തന്നെ ഇതുപോലെ തന്നെ കടൽ ഉൾവലിഞ്ഞിരുന്നു. ഇന്ന് 25 മീറ്ററാണ് ഉൾവലിഞ്ഞതെങ്കിൽ അന്ന് ഏകദേശം 300 മീറ്ററോളം ഉൾവലിഞ്ഞിരുന്നു. 500 മീറ്ററിലധികം ഭാഗത്ത് ചെളിത്തട്ടും രൂപപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ 100 മീറ്ററോളം ഭാഗത്താണ് കഴിഞ്ഞ പ്രാവശ്യം ചെളിയടിഞ്ഞതിന് സമീപത്തായി ചെളിത്തട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ ആശങ്കയ്ക്കൊന്നും ഇടയില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളും വിദഗ്ധരും ഒക്കെ പറയുന്നത്. എങ്കിൽ പോലും സ്ഥിരമായി ചാകര കാണപ്പെടാറുള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ തവണയും ഇത്തവണയും ഒക്കെ കടൽ ഉൾവലിഞ്ഞ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അന്ന് ഉൾവലിഞ്ഞതിന് ശേഷം അവിടെ ചാകര ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ ചാകര ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. എന്നാലും അതിനോട് ചേർത്ത് തന്നെ നമുക്ക് പറയാവുന്നത് സുനാമി പോലുള്ള വലിയ ദുരിതങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപായും ഇതുപോലെ കടൽ ഉൾവലിയാറുണ്ട്. ആ ഒരു കാര്യത്തിൽ തീരദേശ ജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒക്കെ ആശങ്കയുണ്ട്. അന്ന് കടൽ ഉൾവലിഞ്ഞപ്പോൾ ഈ ചെളിയിലേക്ക് ഈ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളൊക്കെ കരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചെളിയിൽ ഉറച്ച് അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ വള്ളങ്ങളൊക്കെ കരയ്ക്ക് കയറ്റിയത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇത്തവണ വള്ളങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആ രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഇതേ പ്രതിഭാസം ഉണ്ടായി. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞാണ് കടൽ പൂർവ്വസ്ഥിതിയിലേക്കായത്. ഇപ്പോൾ ഇന്നും ഏതാണ്ട് 25 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞ് ചെളിത്തട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആശങ്കയ്ക്കിടയില്ല എന്ന് പറയുമ്പോൾ പോലും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. ശരി നിഷ.